സെബ്ലാറ്ററെയും മിഷേൽ പ്ലാറ്റിനിയെയും ഫിഫ വിലക്കി. ഫിഫ എത്തിക്സ് കമ്മിറ്റിയുടെ വിലക്ക് 8 വർഷത്തേക്കാണ്. പ്ലാറ്റിനിയുടെ പ്രസിഡന്റ് മോഹങ്ങൾ ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്നും ആനന്ദ് ചേർന്നുണ്ട്. ആനന്ദ്, വിശദാംശങ്ങൾ. സൗമ്യ, സെബ്ലാറ്ററെയും മിഷേൽ പ്ലാറ്റിനിയും 8 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഫിഫ എത്തിക്സ് കമ്മിറ്റിയുടേതാണ് ഈ തീരുമാനം. 2011 മാത്രം 13 കോടിയുടെ അനധികൃത സാമ്പത്തിക സഹായം സെബ്ലാറ്റർ കൈപ്പറ്റി എന്നുള്ളതാണ് ബ്ലാറ്ററിനെതിരായ തെളിഞ്ഞിരിക്കുന്ന കേസ് എന്ന് പറയുന്നത്. 1998 മുതൽ ഫിഫയുടെ തലപ്പത്തുണ്ട് സെബ്ലാറ്റർ. ഫെബ്രുവരി ഇലക്ഷനിൽ മത്സരിക്കുന്നില്ല എന്നുള്ള വലിയൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് സെബ്ലാറ്ററിന്റെ അവസാന നിമിഷത്തെ മോഹങ്ങൾക്കും ഒരു വലിയ തിരിച്ചടി നൽകിയിരിക്കുന്നത്. പ്ലാറ്റിനിയുടെ കാര്യം ാണെങ്കിൽ ഭാവി ഫിഫ തലവൻ എന്നാണ് പ്ലാറ്റിനിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ബ്ലാറ്ററിനെതിരെ ആദ്യം ബ്ലാറ്ററിന്റെ ഏറ്റവും വിശ്വസ്തനായിരുന്നെങ്കിലും പിന്നീട് ബ്ലാറ്ററുമായി തെറ്റിപ്പിരിയുകയും ബ്ലാറ്ററിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. 3 വട്ടം യൂറോപ്യൻ ഫുട്ബോളറും ഫ്രാൻസിന്റെ ക്യാപ്റ്റനുമായിരുന്ന ആളാണ് പ്ലാറ്റിനി. ഉടൻ തന്നെ ബ്ലാറ്റർ 28 ലക്ഷം രൂപയും പ്ലാറ്റിനി ഏകദേശം 38 ലക്ഷം രൂപയും പിഴ ഒടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ എത്തിക്സ് കമ്മിറ്റിയുടെ തീരുമാനം. 1998, 2002 കാലഘട്ടത്തിൽ നടന്ന മറ്റ് എല്ലാ നടപടികളും ഫിഫയുടെ എല്ലാ നടപടികളും എത്തിക്സ് കമ്മിറ്റി പരിശോധിച്ചു വരികയാണ്. 2011 ഫെബ്രുവരിയിലുണ്ടായ ഒരു പേയ്മെന്റിന്റെ ഇഷ്യൂ ആണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. അന്ന് ടെക്നിക്കൽ അഡ്വൈസർ ആയിരുന്ന പ്ലാറ്റിനി ഈ തുകയുടെ കാര്യം ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്ലാറ്റിനിക്കെതിരെ തെളിഞ്ഞിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത്. ഇനി വരാനിരിക്കുന്നത് വലിയ വലിയ കുറ്റങ്ങൾ തെളിയിക്കപ്പെടേണ്ട ദിവസങ്ങളായിരിക്കും. അതിൽ ഉൾപ്പെടുന്നത് ലോകകപ്പ് വേദി ഉൾപ്പെടെയുള്ള ഇത് അനുവദിക്കുന്നത് ഖത്തറിനും റഷ്യയ്ക്കും 2018 റഷ്യയ്ക്കും 2022 ഖത്തറിനും നൽകിയ ലോകകപ്പ് വേദി അനുവദിക്കുന്ന കാര്യത്തിലുള്ള ചില അഴിമതി ആരോപണങ്ങൾ ഇനി തെളിയാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് എല്ലാ രീതികളിലും എന്ന് പറയുകയാണെങ്കിൽ ഫുട്ബോൾ ടെലിവിഷൻ മാർക്കറ്റിങ്ങിൽ ഉണ്ടായ കരാറുകൾ നൽകിയതിലുള്ള 1325 കോടി രൂപയുടെ ഒരു അഴിമതി ആരോപണം അതായിരിക്കും ഒരുപക്ഷെ സെബ്ലാറ്ററിനെ തുറങ്കലിലേക്ക് പോലും അടച്ചേക്കാവുന്ന വലിയൊരു കുറ്റമാണ് ഇനി വരാനിരിക്കുന്നത്. സൗമ്യ, സ്വാഭാവികമായും അനന്ത്, ഇങ്ങനെ ഒരു തീരുമാനം കൂടി വരുമ്പോൾ പക്ഷെ നമുക്കറിയാം സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങളിലൊക്കെ കൃത്യമായ ഒരു നടപടികൾ ഉണ്ടാകാത്തതാണ് പലപ്പോഴും ബ്ലാറ്ററെ പോലെയുള്ളവർക്കൊക്കെ ഈ വിധത്തിലൊക്കെ തുടരാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നത്. അനന്ത് പറഞ്ഞ പോലെ ഇനിയിപ്പോൾ വരാനിരിക്കുന്നത് വലിയ അഴിമതിയുടെ ചുരുളഴിയുന്ന ഒരു സാഹചര്യമായിരിക്കും. ആ വിധത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നിരീക്ഷിക്കപ്പെടുന്നത്? എത്രത്തോളം ഗൗരവമുള്ളതാണ് വിഷയം? സൗമ്യ, ഇപ്പോൾ തന്നെ ഫിഫ എത്തിക്സ് കമ്മിറ്റി പറഞ്ഞ കാര്യങ്ങളാണ് ഇനി ഞങ്ങൾ അന്വേഷിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇവയൊക്കെയാണ് എന്നാണ് ഫിഫ എത്തിക്സ് കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ 2 ലോകകപ്പ് വേദികൾ അനുവദിച്ചതിലുള്ള അഴിമതി. അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബ്ലാറ്റർ വിജയിച്ച ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടിരുന്ന 2 കാര്യങ്ങൾ ഇത് തന്നെയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ പറഞ്ഞു, സൂറിച്ചിൽ കഴിഞ്ഞ മെയ്യിൽ 7 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അതുതന്നെയാണ് 39 ഒഫീഷ്യലുകൾക്കെതിരെ ഇതുവരെ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിരവധി ആളുകളെ പല വിധത്തിൽ ഫിഫയുടെ അന്വേഷണ കമ്മിറ്റി പല വിധത്തിൽ കുടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് സെബ്ലാറ്റർ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇത്രയും അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന്റെ അപ്രമാദിത്യം ഒരിക്കൽ പോലും ഈ അവസാന തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തെ തളർത്താനായില്ല. സൽമാൻ രാജകുമാർ, ഷെയ്ഖ് സൽമാൻ അദ്ദേഹത്തിനെതിരെ അവസാനം വരെ മത്സരിക്കുമെന്ന് കരുതിയെങ്കിലും അവസാനം അദ്ദേഹവും പിന്മാറുന്ന ഒരു 2ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹവും തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറി. പക്ഷേ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ അദ്ദേഹം തീരുമാനിക്കുന്നു, വരാനിരിക്കുന്ന സൂറിച്ചിൽ നടക്കാനിരിക്കുന്ന ഫിഫ പ്രസിഡന്റ് ഇലക്ഷൻ വീണ്ടും നടത്താനിരിക്കുന്നു, താൻ അഗ്നിശുദ്ധി വരുത്താൻ വീണ്ടും ഒരിക്കൽ കൂടി മത്സരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. അങ്ങനെയായിരുന്നു ഒരു വലിയ നാടകീയത നിറഞ്ഞ കഴിഞ്ഞ ഒരു വർഷമാണ് ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത്. ഇനി ഫിഫ എത്തിക്സ് കമ്മിറ്റി അറിയിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം 1325 കോടിയുടെ അത് ഫുട്ബോൾ ടെലിവിഷൻ മാർക്കറ്റിങ്ങിലുണ്ടായ കരാറുകളാണ്. 1325 കോടി രൂപയുടെ വെട്ടിപ്പ് ഇതിൽ നടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയിലേക്ക് വരുന്ന കാര്യം ഇനിയുള്ള ഫിഫയുടെ തലവൻ ആരായിരിക്കും. കാരണം ഒരുപക്ഷെ സെബ്ലാറ്ററിനെ മാറ്റി ഇനി വരാനിരിക്കുന്നത് പ്ലാറ്റിനി എന്ന് ഏകദേശം ഒരു വലിയ വിഭാഗം വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പ്ലാറ്റിനിയും സെബ്ലാറ്ററിനൊപ്പം 8 വർഷത്തേക്ക് വിലക്കുക എന്ന് പറയുമ്പോൾ ഇനിയുള്ള തലവൻ ആരായിരിക്കും എന്നുള്ള വലിയൊരു ചർച്ച കൂടി നടക്കുന്നുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ ഫിഫ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്ന 5 കാൻഡിഡേറ്റ്സ് ഉണ്ടെന്നാണ് സൗമ്യ. സെബ്ലാറ്ററെയും മിഷേൽ പ്ലാറ്റിനിയെയും 8 വർഷത്തേക്ക് ഫിഫ എത്തിക്സ് കമ്മിറ്റി വിലക്കിയിരിക്കുന്നു.